HSA സോഷ്യൽ സയൻസ് എക്സാമിന് വേണ്ടിയിട്ട് ഭഗീരഥ പ്രയത്നം ചെയ്ത് പഠിക്കുന്ന തയ്യാറെടുക്കുന്ന തിരക്കിലായിരിക്കുമല്ലോ നമ്മളെല്ലാവരും. നവംബർ 4 എക്സാം. ഇന്നിപ്പോൾ ഒക്ടോബർ 2 അപ്പോൾ ഇനി ഒരു മാസമേ ഉള്ളൂ എക്സാമിന്. അപ്പം ഇതിനു മുമ്പ് ഞാൻ HSA എക്സാമുമായി ബന്ധപ്പെട്ട ഓറിയൻറ്റേഷൻ കോഴ്സുകളൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, അത് HSA സോഷ്യൽ സയൻസുകാർക്ക് പ്രത്യേകിച്ച് അവരുടെ വിഷയം വളരെ വ്യാപ്തിയുള്ളതായതുകൊണ്ട്, അതായത് ഒരു കടൽ പോലെ കിടക്കുന്ന മേഖലയാണ് അവരുടെ കണ്ടന്റ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ. ഞാനൊരു സോഷ്യൽ സയൻസ് ഓപ്ഷനിൽ MEd ചെയ്ത ആളാണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ സയൻസിൻ്റെ കാര്യങ്ങൾ ആധികാരിക പറയാൻ വേണ്ടി കഴിയും. നമുക്കെല്ലാവർക്കും അറിയാം, ഒരുപാട് ഡിസിപ്ലിൻസ് ഒരുമിച്ച് വരുന്ന ഒരു വിഷയമാണ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്. ഹിസ്റ്ററി, ഇക്കണോമിക്സ്, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, ആന്ത്രപ്പോളജി, ജിയോഗ്രഫി മുതലായ ഒരുപാട് വിഷയങ്ങൾ, ഒരുപാട് മേഖലകൾ, ഒരുപാട് ഫീൽഡ് ഓഫ് സ്റ്റഡീസ്, ഡിസിപ്ലിൻസ് ഒരുമിച്ച് വരുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ വളരെ ആഴത്ത രീതിയിലൊക്കെ നമ്മൾ അവഗാഹം നേടൽ വളരെ അത്യാവശ്യമാണ്. മറ്റുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഫിസിക്കൽ സയൻസ് ആണെങ്കിൽ ആ ഫിസിക്കൽ സയൻസ് എന്നുള്ള മേഖല മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ അവർക്ക് ഇപ്പോൾ സയൻസ് ഏരിയകളാണെങ്കിൽ, അപ്പോൾ നാച്ചുറൽ സയൻസ് ആണെങ്കിൽ അവർക്ക് നാച്ചുറൽ സയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കിയാൽ മതി. ഫിസിക്കൽ സയൻസ് ആണെങ്കിൽ അവർക്ക് ഫിസിക്സ്, കെമിസ്ട്രി ഈ 2 വിഷയങ്ങൾ ഊന്നി പഠിച്ചാൽ മതി. മാത്തമാറ്റിക്സ് ആണെങ്കിൽ അവർക്ക് മാത്തമാറ്റിക്സിന് മാത്രം ഊന്നി പഠിച്ചാൽ മതി. ലാംഗ്വേജ് ആണെങ്കിൽ മലയാളം, ഇംഗ്ലീഷ്, അറബിക്ക് മുതലായ ലാംഗ്വേജുകളാണെങ്കിൽ ആ ലാംഗ്വേജുകളിൽ മാത്രം ഊന്നിക്കൊണ്ട് പഠിച്ചാൽ മതി. ആ ഒരു സബ്ജക്റ്റ് ഏരിയയിൽ മാത്രം ഊന്നിക്കൊണ്ട് പഠിച്ചാൽ മതി. അപ്പം നമ്മളെ സംബന്ധിച്ചോളം വളരെയധികം ശ്രമകരമായ ഒരു പണിയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊരു ഘടകം. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത്, ഈ ഒരു ഡിസിപ്ലിൻസിലൊക്കെ ഡിഗ്രി എടുത്ത് പിന്നെ BEd ചെയ്ത ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ PSCക്ക് അപേക്ഷ കൊടുക്കുമ്പോൾ ഇവരെല്ലാം PSCക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ കൊമേഴ്സുകാരെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് HSA സോഷ്യൽ സയൻസ്. പിന്നെ ഒരുപാട് ആപ്ലിക്കൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ അപ്പോൾ തന്നെ ടൈറ്റ് കോമ്പറ്റീഷനാണ്. അപ്പോൾ ടൈറ്റ് കോമ്പറ്റീഷനാണ്, ഒരുപാട് അപേക്ഷകരുണ്ട്. അതുപോലെ തന്നെ വളരെയധികം വാസ്റ്റായിട്ടുള്ള സ്റ്റഡി ഏരിയയാണ്. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ കുറേ മുമ്പേ തന്നെ ഈ പഠനത്തിന് തയ്യാറെടുക്കേണ്ടതാണ്. അതായത് ഇപ്പോൾ HSA സോഷ്യൽ സയൻസിൻ്റെ കാര്യമൊക്കെ പിന്നെ HSA സോഷ്യൽ സയൻസിനൊക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഇപ്പോൾ മാസങ്ങളോളായി. അന്നേരം തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ചിലരൊക്കെ എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നതിന് ശേഷം തയ്യാറെടുപ്പ് തുടങ്ങിയതാവും. ചിലപ്പോൾ ഇനി തുടങ്ങാത്തവരും ഉണ്ടാവും. ചിലരൊക്കെ കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം, കൺഫർമേഷൻ ആയതിനു ശേഷം തുടങ്ങുന്നവരുണ്ടാവും. കൺഫർമേഷനും കഴിഞ്ഞു. അപ്പം അതിന് അപൂർവം ചിലരൊക്കെ ഇനി അപ്പോൾ നമുക്ക് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒക്ടോബർ 21 മുതലാണ്. അപ്പോൾ അന്നോട്ട് പഠിച്ചു നോക്കാം എന്നുള്ള രീതിയിൽ പഠിക്കുന്നവരുണ്ടാവും. അപ്പോൾ ആരെ കുറ്റം പറയാൻ വയ്യ. ഓരോരുത്തരുടെ ചുറ്റുപാടുകൾ, സാഹചര്യങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, കുടുംബിനികളായിട്ടുള്ള പിന്നെ വനിതകളെ സംബന്ധിച്ചോളം വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ മറ്റു തൊഴിലുകൾ എടുക്കുന്ന, മറ്റു തൊഴിലുകളിൽ ഏർപ്പെടുന്ന, അല്ലെങ്കിൽ അൺഎയ്ഡഡ് സ്കൂളൊക്കെ വർക്ക് ചെയ്യുന്ന അധ്യാപകർക്ക് അവരുടെ ഡ്യൂട്ടിയുടെ കൂടെ തന്നെ പഠിക്കണം. അപ്പം എങ്ങനെയായിരുന്നാലും നമ്മൾ നേരത്തെ കൂട്ടിയൊരു പ്ലാനിങ്ങോട് കൂടി പഠനം തുടങ്ങണം എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഇനി തുടങ്ങാത്തവർ ഇനി അങ്ങോട്ട് എങ്കിലും ഈ ഒരു മാസമെങ്കിലും ആ ഒരു അത്തരത്തിൽ വളരെയധികം പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ തയ്യാറാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ സിലബസൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഇനിയും സിലബസ് ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സിലബസ് ഡൗൺലോഡ് ചെയ്യുക. കാരണം സിലബസിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക. നമ്മൾ വേറെ പല ഏരിയയും പഠിച്ചിട്ട് കാര്യമില്ല. അപ്പം സിലബസ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ എല്ലാ ഏരിയകളും നമ്മൾ കവർ ചെയ്ത്, പ്രധാനപ്പെട്ട ഏരിയകൾ കവർ ചെയ്യുക. പിന്നെ വളരെ പ്രധാനമാണ് PYQ, പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ. കഴിഞ്ഞ ഒരു 4-5 വർഷത്തെങ്കിലും മിനിമം പിന്നെ PSC HSA സോഷ്യൽ സയൻസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്കൗട്ട് ചെയ്യണം. മോക്ക് ടെസ്റ്റുകൾ നടത്തണം. കഴിയുമെങ്കിൽ ദിവസവും നമ്മൾ പഠിച്ച ഏരിയ വെച്ചുള്ള മോക്ക് ടെസ്റ്റുകൾ നമ്മൾ സ്വയം നടത്തണം. കഴിയുന്നതും ഓരോ ചാപ്റ്ററിൻ്റെ ബേസ് ചെയ്ത് നമ്മൾ തന്നെ എന്ത് ചെയ്യണം, മോക്ക് ടെസ്റ്റുകൾ നടത്തണം. അങ്ങനെ വീക്കിലി എങ്കിലും നമ്മളൊരു മോക്ക് ടെസ്റ്റ് നടത്തുക. അല്ലെങ്കിൽ വീക്കിലി അതുപോലെ മന്ത്ലി ആയിട്ടൊക്കെ മോക്ക് ടെസ്റ്റുകൾ നടത്തേണ്ടതുണ്ട്. അപ്പം അങ്ങനെ മോക്ക് ടെസ്റ്റുകൾ നടത്തി നമ്മൾ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നാണ്. പ്രാക്ടീസ് കൊണ്ട് മാത്രമേ നമുക്ക് എക്സാം ഹാളിൽ നിശ്ചിതമായ സമയത്തിനകത്ത് നിന്നുകൊണ്ട് ഇത്രയും നിശ്ചിതമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം രേഖപ്പെടുത്താൻ വേണ്ടി കഴിയുള്ളൂ. നമുക്കറിയാം OMR ഷീറ്റാണ്. അപ്പം തെറ്റാതെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യമാണ്.
100 ചോദ്യങ്ങൾക്ക് നമുക്ക് 1.5 മണിക്കൂറാണ് കിട്ടുക. ആ 1.5 മണിക്കൂറിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ ഈ 100 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കറക്റ്റായി ചോദ്യം മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യണം. അപ്പോൾ അതിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് മോക്ക് ടെസ്റ്റ് നടത്തണം, നിർബന്ധമാണ്. പിന്നെ OMR ഷീറ്റൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, OMR ഷീറ്റ് ഫില്ല് ചെയ്യുന്നതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ശരിക്കും OMR ഷീറ്റ് പലരും അവിടെ ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്നവരൊക്കെ പലപ്പോഴും എക്സാം ഹാളിൽ ചെന്നിട്ടാണ് അതിനെക്കുറിച്ചുള്ള ബോധ്യം തന്നെ വരുന്നത്. അപ്പം തന്നെ പറഞ്ഞാൽ അവർക്ക് ഈ OMR ഷീറ്റൊക്കെ ഫില്ല് ചെയ്യാനുള്ള സമയം കഴിഞ്ഞാലും അവർ എക്സാം ടൈം എടുത്തുകൊണ്ടൊക്കെ അത് ഫില്ല് ചെയ്യുന്നവരൊക്കെ നമുക്ക് കാണാം. അപ്പം അത് വളരെയധികം അപകടകരമാണ്. നമുക്ക് പരീക്ഷയ്ക്കുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ആൻസർ ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിയില്ല. അത് മാത്രമല്ല ആ സമയമില്ലല്ലോ എന്നുള്ള ടെൻഷനിൽ നമ്മൾ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് വരെ തെറ്റിച്ചിട്ട് ആൻസർ ചെയ്യുകയും ചെയ്യും. OMR ഷീറ്റ് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യത്തെ അതായത് നമ്മളെ ഡാറ്റകൾ, നമ്പർ മുതലായ കാര്യങ്ങൾ അത് ഫില്ല് ചെയ്യുന്നത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ പോവുക. HSA സോഷ്യൽ സയൻസിന് ബന്ധപ്പെട്ട് ഇനി എക്സാം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചോദ്യങ്ങളുടെ വിലയിരുത്തൽ സെഷനുകളും അതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്ക് നിശ്ചയിക്കുന്ന സമയത്ത് കട്ട് ഓഫ് മാർക്കുകൾ എല്ലാ ജില്ലയിലെ കട്ട് ഓഫ് മാർക്കുകൾ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വീഡിയോസ് അതുപോലെ തന്നെ പിന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ അവസാനം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത നിയമന നടപടികൾ നടക്കുമ്പോൾ ഒക്കെ അതുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ പബ്ലിഷ് ചെയ്യുന്നതാണ്. അത്തരം വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഹൈപ്പ് വളരെ പ്രധാനമാണ്, ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസ് വീണ്ടും കാണാം. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.